JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷ മെയ് മാസം നടക്കാൻ പോവുകയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട പല പരീക്ഷയ്ക്കും PSC പരീക്ഷയ്ക്കും ആവർത്തിച്ച് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a primary function of bookkeeping? Which of the following is not a primary function of bookkeeping? താഴെ പറയുന്നവയിൽ ഏതാണ് ബുക്ക് കീപ്പിംഗിന്റെ പ്രാഥമിക പ്രവർത്തനമല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ബുക്ക് കീപ്പിംഗിന്റെ പ്രാഥമിക പ്രവർത്തനമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of a current liability? Which of the following is an example of a current liability? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് കറണ്ട് ലയബിലിറ്റിയുടെ ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 4 എണ്ണത്തിൽ ഏതാണ് കറണ്ട് ലയബിലിറ്റിയുടെ ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമാണ്. സാധാരണ PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്നതാണ്. ഈ അടുത്ത നാളിൽ PSC പരീക്ഷയ്ക്ക് വന്നതുമാണ്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അക്കൗണ്ട്സ് പേയബിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കറന്റ് ലയബിലിറ്റി? അക്കൗണ്ട്സ് പേയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ. The accounting equation is represented as. അക്കൗണ്ടിംഗ് സമവാക്യം പ്രതിനിധീകരിക്കുന്നു. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഓപ്ഷൻസിനകത്ത് ഏതിനെയാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രതിനിധീകരിക്കുന്നത്? The accounting equation is represented as. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഓപ്ഷൻ ബി അസറ്റ്സ് പ്ലസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. ഓപ്ഷൻ സി അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. ഓപ്ഷൻ ഡി അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് മൈനസ് ഇക്വിറ്റി. ഏതാണ് ശരി ഉത്തരം? ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് റെപ്രസെന്റഡ് ആസ്. ഏതാണ്? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിപ്രിസിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട്? ഡിപ്രിസിയേഷൻ ഏത് തരത്തിലുള്ള അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണമാണ്? അറിയാവോ ആർക്കെങ്കിലും? ഡിപ്രിസിയേഷൻ ഏത് തരത്തിലുള്ള അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണമാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏത് തരത്തിലുള്ള അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണമാണ് ഡിപ്രിസിയേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് കണ്ടുപിടിക്കണം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഏതാണ് ശരി ഉത്തരം? അസറ്റ് തന്നെ അല്ലേ. അസറ്റ് അക്കൗണ്ടിന്റെ ഉദാഹരണമാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. A company's net income is calculated as. ഒരു കമ്പനിയുടെ അറ്റ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു കമ്പനിയുടെ അറ്റ വരുമാനം കണക്കാക്കുന്നത്? ഓപ്ഷൻ എ റവന്യൂ മൈനസ് എക്സ്പെൻസസ്. ഓപ്ഷൻ ബി റവന്യൂ പ്ലസ് എക്സ്പെൻസസ്. ഓപ്ഷൻ സി അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഓപ്ഷൻ ഡി അസറ്റ് പ്ലസ് ലയബിലിറ്റീസ്. എ കമ്പനീസ് നെറ്റ് ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ആസ്. A company's net income is calculated as. ഒരു കമ്പനിയുടെ അറ്റ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ്? റവന്യൂ മൈനസ് എക്സ്പെൻസസ്. റവന്യൂ മൈനസ് എക്സ്പെൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which financial statement shows the financial position of a company at a specific point in time? Which financial statement shows the financial position of a company at a specific point in time? അതായത് ഒരു കമ്പനിയുടെ ഏത് സാമ്പത്തിക പ്രസ്താവന ഒരു നിശ്ചിത സമയത്ത് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നു? ഏത് സാമ്പത്തിക പ്രസ്താവന ഒരു നിശ്ചിത സമയത്ത് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നു? Which financial statement shows the financial position of a company at a
സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഓപ്ഷൻ എ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ബി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണല്ലേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ച് കഴിഞ്ഞു കാണും അല്ലേ. ബാലൻസ് ഷീറ്റ് ആണല്ലേ. ബാലൻസ് ഷീറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following represents revenue for a company? Which of the following represents revenue for a company? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു കമ്പനിയുടെ വരുമാനത്തെ പ്രതിനിധീകരിക്കുന്നത്? Which of the following represents revenue for a company? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് 4 ഓപ്ഷൻസിനകത്ത് ഏതാണ് ഒരു കമ്പനിയുടെ വരുമാനത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കിട്ടും, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ? ഏതാണ്? പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് റവന്യൂ ഫോർ എ കമ്പനി? പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. അടുത്ത ക്വസ്റ്റ്യൻ. The matching principles in accounting states that. The matching principle in accounting states that. അതായത് അക്കൗണ്ടിലെ പൊരുത്തപ്പെടുത്തൽ തത്വം പറയുന്നു. എന്താണ് പറയുന്നത്? അക്കൗണ്ടിങ്ങിലെ പൊരുത്തപ്പെടുത്തൽ തത്വം പറയുന്നു. ഓപ്ഷൻ എ എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. ഓപ്ഷൻ ബി റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. ഓപ്ഷൻ സി എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ഇൻക്വയർഡ് ടു ഏൺ റവന്യൂ. ഓപ്ഷൻ ഡി റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ് when incurred to earn expenses. The matching principle in which accounting states that. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ഇൻക്വയർഡ് ടു ഏൺ റവന്യൂ. വരുമാനം നേടുന്നതിന് ചെലവുകൾ രേഖപ്പെടുത്തണം. വരുമാനം നേടുന്നതിന് ചെലവുകൾ രേഖപ്പെടുത്തണം. എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ഇൻക്വയർഡ് ടു ഏൺ റവന്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not an example of an adjusting entry? അതായത് ഒരു താഴെ പറയുന്നവയിൽ ഏതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ ഉദാഹരണം അല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അഡ്ജസ്റ്റിംഗ് എൻട്രി. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ ഉദാഹരണം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ചോ ഏതാണെന്ന്? ഏതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ ഉദാഹരണം അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണല്ലേ. പേയ്മെന്റ് ഓഫ് യൂട്ടിലിറ്റി ബിൽസ്. പേയ്മെന്റ് ഓഫ് യൂട്ടിലിറ്റി ബിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. The term double entry in bookkeeping means. അതായത് ബുക്ക് കീപ്പിംഗിലെ ഡബിൾ എൻട്രി എന്ന പദത്തിന്റെ അർത്ഥം. The term double entry in bookkeeping means. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? The term double entry in bookkeeping means. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. റെക്കോർഡിംഗ് ഈച്ച് ട്രാൻസാക്ഷൻ ട്വൈസ്. റെക്കോർഡിംഗ് ഈച്ച് ട്രാൻസാക്ഷൻ ട്വൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. A contra account is used to. A contra account is used to. അതായത് ഒരു കോൺട്രാ അക്കൗണ്ട് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ ഓഫ്സെറ്റ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. ഓപ്ഷൻ ബി ഇൻക്രീസ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. ഓപ്ഷൻ സി റെഡ്യൂസ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. ഓപ്ഷൻ ഡി റിവേഴ്സ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. എ കോൺട്രാ അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു. ഒരു കോൺട്രാ അക്കൗണ്ട് ഉപയോഗിക്കുന്നു. ഈ 4 ഓപ്ഷൻസിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓഫ്സെറ്റ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. അതായത് മറ്റൊരു അക്കൗണ്ടിന്റെ ബാലൻസ് ഓഫ്സെറ്റ് ചെയ്യുക. അതാണ് കോൺട്രാ അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു. കോൺട്രാ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? മറ്റൊരു അക്കൗണ്ടിന്റെ ബാലൻസ് ഓഫ്സെറ്റ് ചെയ്യുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a cash outflow for a company? താഴെ പറയുന്നതിൽ ഏതാണ് ക്യാഷ് ഫ്ലോ ഫോർ എ കമ്പനി? ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോയുടെ കമ്പനിയുടെ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്യാഷ് ഔട്ട് ഫ്ലോ ഫോർ എ കമ്പനി. വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ പറയുന്നവയിൽ ഏതാണ് ക്യാഷ് ഔട്ട് ഫ്ലോ ഫോർ എ കമ്പനി? ഓപ്ഷൻ എ സെയിൽ ഓഫ് ഇൻവെന്ററി. ഓപ്ഷൻ ബി പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ്. ഓപ്ഷൻ സി കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ. ഓപ്ഷൻ ഡി അക്വയർഡ് എക്സ്പെൻസസ്. ഏതാണ് ശരി ഉത്തരം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാഷ് ഔട്ട് ഫ്ലോ ഫോർ എ കമ്പനി? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ്. അപ്പോൾ ഈ ഡിവിഷണൽ അക്കൗണ്ടിന്റെ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക.
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്കിഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.